ശ്രീജ വീട്ടിലോട്ട് പോന്നേ എന്നാ? ആ എന്ന് പോവാനാ? ഇന്ന് പോന്നോ? ഇല്ല. അല്ലൊന്ന് പോയിട്ട് വാ. ഇന്നൊന്നും ഇല്ല, ഇനി ശനി ഞായറും വല്ല പോവാം. അതൊന്നും നോക്കണ്ട, ഒന്ന് പോയിട്ട് വാ. വൈകിട്ടെങ്കി വരാല്ലോ. ആണോ? ആ ഒന്ന് പോയിട്ട് വാ. അന്ന് ഞാൻ റെഡി ആയിട്ട് പോയിട്ട് വരാം. ബസ്സിന് പോവാം. ഞാനേ വൈകിട്ടിങ്ങി വരാം. ആ ഓക്കെ ഓക്കെ ശരി. വരുമ്പോഴത്തെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു വെക്കാം. 2 വഴക്ക് കേൾപ്പിക്കണം. അമ്മേ, ശ്രീജയുടെ ഒരു കാര്യം കേൾക്കണോ? എന്ത് കാര്യ? പോയി ഇല്ല. അങ്ങോട്ട് പോന്നാ? അതൊക്കെ പോവും. പറയുന്നില്ലേ? എന്ത്? എന്റെ കുറ്റം പറയാൻ വന്നില്ലേ? കാള വാല് മുക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. അമ്മ ആ ചപ്പാത്തി പറയല്ലേ? വൈകിട്ട് ചപ്പാത്തി മതി. ഹലോ. ഹലോ, കൺസൾട്ടൻസി അല്ലേ? അതെ മാഡം, അതെ. നമുക്ക് ഹോം നേഴ്സിനെ അടുത്ത ഒരു മാസത്തെ കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമായിരുന്നു. അതെയോ? ഞാൻ എവിടുന്നാ വിളിക്കുന്നതെന്ന് മനസ്സിലായോ? അയ്യോ അറിയാം മാഡം, അറിയാം. എന്തായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? അതെ, ഹസ്ബൻഡിന് അടുത്ത മാസേ നാട്ടിലെത്താൻ പറ്റൂ. ഞാനേ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലാരും കാണില്ല, അതുകൊണ്ടാ. ഓ ആയിക്കോട്ടെ. അടുത്ത മാസത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തേക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം, ധൈര്യമായിട്ടിരിക്കും. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ആ എന്നാ ഓക്കെ. ഓക്കെ മാഡം, ഓക്കെ. ഹസ്ബൻഡ് അടുത്ത മാസമേ വരൂ. ഇതെന്താ ഇപ്പൊ വിളിക്കുന്നു? ഹലോ. ഹലോ, മനസ്സിലായോ? ആ മനസ്സിലായി. എന്തായിരുന്നു? സുഖമല്ലേ? ആ സുഖമാണ്. പിന്നെ എങ്ങനെയാ പോകുന്നു? എന്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വെച്ചിട്ട് പോടാ വേണ്ടി. രാത്രി വിളിച്ച് സുഖവിവരം അന്വേഷിക്കാൻ വന്നേക്കുന്നു. ഇതിനുള്ള മറുപടിയേ നിനക്ക് നാളെ തരാം. അതേ ഒരു കൺസൾട്ടൻസി. മേലെ ഇങ്ങോട്ട് വിളിച്ചേക്കരുത്, അലവലാതി. എന്തൊക്കെ തേച്ചിട്ട് ഒരു മെനയില്ലെന്നുള്ളതാ. നെഗറ്റീവ് അടിക്കാതെ. അല്ല, ഈ കണ്ണിന്റെ താഴെയൊക്കെ കറുപ്പ് കൂടുതലാന്ന് പറഞ്ഞേ. ബൈക്ക് യാത്രയുടെ പ്രശ്നമാണ്. എന്ത്? അല്ല, ഈ മുഖം എല്ലാം കറുത്ത് കരുവാളിച്ചിരിക്കുന്നത്. മുഖമെല്ലാം ഞാൻ വെളുപ്പിച്ചു തരാം. ഇപ്പൊ ഈ കയ്യോ? അതും എടുക്കണോ? അമ്മ എന്തിനാ വെറുതെ കളിയാക്കി ചിരിക്കുന്നത്? നിന്റെ അപ്പന്റെ കളറാ നിനക്ക്. റീത വെറുതെ വെളുപ്പിക്കാൻ നോക്കണ്ട. ഇനിയിപ്പൊ ഇതെന്തോ ചെയ്യും? ഇങ്ങോട്ട് തേച്ചോ റീത, ഞാനിരിക്കാം. ആ ഫ്ലോ എങ്ങ് പോയി. തുണി വിരിക്കുന്ന അമ്മ കേക്കണം കേട്ടോ. എന്തുവാ? ഇന്നലെ കടയിൽ സാധനം മേടിക്കാൻ പോയില്ലേ? ആ. പയറും കടലയൊക്കെ മേടിക്കാൻ പോയ കൂട്ടത്തിലുണ്ടല്ലോ. ആ. ഞാൻ നോക്കിയപ്പോ ഒരു വലിയ ടിന്ന് ഐസ്ക്രീം മേടിച്ച് ബാഗിനകത്ത് വെച്ചോണ്ട് വരും. എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് തീർത്തുക. ഞാൻ ഇവിടെ ഒക്കെ നോക്കിയിട്ടൊന്നും കണ്ടതേ ഇല്ല. അത്രേ ഉള്ള? ഈ വീട്ടില് വേറെ ആർക്കെങ്കിലും തന്നോന്നൊന്ന് ആലോചിച്ചു. അത് ഞങ്ങൾ രണ്ടുപേരും ഗോതമ്പ് പൊടിയായി. മതിയോ?
ഇനിയേ ആ ടിന്ന് അവിടെ ഇരിപ്പുണ്ട്, അത് വേണം. വേണ്ട. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നേ ഇത് കുഴിത്തുരുമ്പ്. എന്തിന് അമ്മായിയമ്മയും മരുമോള് തിന്നു? ഇത് കഴിഞ്ഞോ അമ്മേ?